നസറത്ത് നന്മയുണ്ടാകുന്ന ഇടം. നഥാനിയേൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. ഇസ്രായേൽ രാജ്യത്തിൻ്റെ വടക്ക് ഗലീലയിലെ സുപ്രധാനമായൊരു നഗരമാണ് നസറത്ത്. പലസ്തീനയിലെ ഏറ്റവും വലിയ അറബ് നഗരമെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. ഏകദേശം 80,000 ആളുകൾ വസിക്കുന്ന ഈ നഗരത്തിൽ 69% മുസ്ലിമുകളും 30.9% ക്രിസ്ത്യാനികളുമാണുള്ളത്. ചുരുക്കം യഹൂദരും ഇവിടെ വസിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരവും തീർത്ഥാടന കേന്ദ്രവുമാണെങ്കിലും പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും ഇത് പരാമർശ വിഷയമാകുന്നില്ല. യേശുവിൻ്റെ കാലത്തും തികച്ചും അറിയപ്പെടാതെ പോയ ഒരു ഗ്രാമമായിരുന്നു നസ്രത്ത് എന്ന് ആരംഭത്തിൽ ഉദ്ധരിച്ച നഥാനിയേലിൻ്റെ ചോദ്യം വ്യക്തമാക്കുന്നു. പീലിപ്പോസിൻ്റെ മറുപടി നസ്രത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അയക്കാൻ തീരുമാനിച്ചപ്പോൾ മനുഷ്യാവതാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഗ്രാമമാണ് നസറത്ത്. മനുഷ്യാവതാരം എന്ന മംഗളവാർത്തയുമായി ഗബ്രിയേൽ ദേവദൂതൻ അയക്കപ്പെട്ടത് ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ വസിച്ചിരുന്ന കന്യകയുടെ അടുത്തേക്കാണ്. യേശു തൻ്റെ ബാല്യകാലവും യൗവനവും ചിലവഴിച്ചതും വളർന്നതും നസറത്തിലായിരുന്നു എന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ യേശു അറിയപ്പെട്ടിരുന്നതും നസറത്തുകാരൻ എന്ന പേരിലായിരുന്നു. നസറത്ത് എന്ന പട്ടണം 8 തവണയും നസറത്തുകാരൻ എന്ന വിശേഷണം 18 തവണയും പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പേരിൻ്റെ ഉച്ചാരണത്തിൽ ചില വ്യത്യാസങ്ങൾ കാണും. നസറേത്ത് എന്നാണ് ഗ്രീക്കിൽ, ഇത് തന്നെയാണ് ഹീബ്രുവിലും. എന്നാൽ സുറിയാനിയിൽ നസ്രത്ത് എന്നാണ് എഴുതുക. ഇതിൽ നിന്നാണ് നമുക്ക് സുപരിചിതമായ നസ്രത്ത് എന്ന ഉച്ചാരണത്തിൻ്റെ ഉദ്ഭവം. ശാഖ എന്നർത്ഥമുള്ള നേസർ എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് നസറത്ത് എന്ന വാക്കിൻ്റെ ഉദ്ഭവം എന്ന് കരുതപ്പെടുന്നു. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള യേശയ്യായുടെ ഒരു പ്രവചനത്തിൻ്റെ സ്വാധീനം ഈ വ്യാഖ്യാനത്തിൽ കാണാം. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. ഇവിടെ നേസേർ എന്ന വാക്കാണ് ശാഖ എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ വിശേഷിപ്പിക്കാൻ 2 പദങ്ങൾ ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നസറേനോസ് എന്നും നസോറിയായോസ് എന്നും. ഇതിൽ നിന്നാണ് നസ്രായൻ എന്ന വിവർത്തനം വരുന്നത്. സംശയമില്ല, ലോകരക്ഷകനായി ജനിച്ച ദൈവപുത്രൻ വളർന്ന പട്ടണമാണ് നസ്രത്ത്. അതിനാൽ തന്നെ ഇന്ന് അത് വളരെയേറെ അറിയപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. യേശു ജീവിച്ച വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇന്ന് വലിയൊരു ദേവാലയം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. മറിയത്തിന് ദൈവദൂത സന്ദേശം ലഭിച്ച സ്ഥലമെന്നും കരുതപ്പെടുന്ന ഒരു ചെറിയ ഗുഹയാണ് ഈ ദേവാലയത്തിലെ മുഖ്യ ആകർഷണം. അതിനാൽ തന്നെ മംഗളവാർത്തയുടെ ദേവാലയമെന്നാണ് ഇതറിയപ്പെടുന്നത്. തിരുക്കുടുംബം താമസിച്ചിരുന്ന വീടും പണിശാലയും എല്ലാം ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ്. ഇതിനടുത്തായുള്ള മറിയത്തിൻ്റെ കിണർ അർദ്ധശങ്കയ്ക്ക് ഇട നൽകാത്ത ഒരു ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നു. ലൂക്ക എഴുതിയ സുവിശേഷം അനുസരിച്ച് ജോസഫും മറിയവും നസ്രത്തിലായിരുന്നു വസിച്ചിരുന്നത്. അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പ്രകാരം കാനേഷുമാരി കണക്കെടുപ്പിൽ പേരെഴുതിക്കാനാണ് ദാവീദ് വംശജനായ ജോസഫ് പൂർണ്ണ ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടി ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയത്. ശിശുവിൻ്റെ ജനനത്തിന് ശേഷം അവർ നസ്രത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. എന്നാൽ മത്തായിയുടെ വിവരണം വായിച്ചാൽ യേശുവിൻ്റെ മാതാപിതാക്കൾ ബെത്ലഹേമിലാണ് ജീവിച്ചിരുന്നതെന്നും ഹേറോദേസിനെ ഭയന്ന് ഒളിച്ചോടിയതിന് പിന്നാലെയാണ് നസ്രത്തിൽ വന്ന് വാസം ഉറപ്പിച്ചതെന്നും തോന്നാം. ഇതിൽ ഏത് വിവരണമാണ് ചരിത്രത്തോട് കൂടുതൽ നീതി പുലർത്തുന്നത് എന്ന് തീരുമാനിക്കുക എളുപ്പമല്ല. എന്നാലൊരു കാര്യം തീർച്ച, യേശു വളർന്നത് നസ്രത്തിലാണ്. അതിനാൽ തന്നെ നസ്രായൻ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊന്നുകൂടി ശ്രദ്ധയർഹിക്കുന്നു. പരസ്യ ജീവിതത്തിൻ്റെ തുടക്കം വരെ മാത്രമാണ് യേശു നസ്രത്തിൽ ജീവിച്ചത്. അത് അജ്ഞാത ജീവിതമായിരുന്നു. പരസ്യ ജീവിതം തുടങ്ങുമ്പോൾ യേശു നസ്രത്ത് വിട്ട് കഫർനാം പ്രവർത്തന കേന്ദ്രമാക്കി. മാത്രമല്ല, നസ്രത്തുകാർ യേശു ആരെന്ന് തിരിച്ചറിയുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തു. ഗലീലയിലെ പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ യേശു തൻ്റെ സ്വന്തം ഗ്രാമമായ നസ്രത്തിൽ വന്നു. സാബത്ത് ദിവസം സിനഗോഗിൽ പഠിപ്പിച്ചു. എന്നാൽ നസ്രത്തുകാർ അവനെ പുച്ഛിച്ചു പുറത്തള്ളി. അവനെ തങ്ങൾക്ക് നന്നായി അറിയാം എന്നവർ കരുതി. തൊഴിലും കുടുംബ ബന്ധങ്ങളും എല്ലാം യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം ഗ്രഹിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും അവർക്ക് പ്രതിബന്ധമായി നിന്നു. യേശു അവിടെ അത്ഭുതമൊന്നും പ്രവർത്തിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് വിസ്മയിച്ചു. മത്തായിയും ഇതേ സംഭവം വലിയ വ്യത്യാസം കൂടാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഈ സംഭവം ലൂക്ക യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നസറത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഈ സംഭവം യേശു പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ രത്നചുരുക്കവും അതിന് സ്വന്തം ജനത്തിൽ നിന്ന് ലഭിച്ച സ്വീകാര്യവും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. രക്ഷകനെ സംബന്ധിച്ച പ്രവചനം പൂർത്തിയായി എന്ന യേശുവിൻ്റെ പ്രഘോഷണം സ്വീകരിക്കാൻ നസറത്തുകാർ തയ്യാറായില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യപ്പെട്ടവർ അത് ലഭിക്കാതെ വന്നപ്പോൾ അക്രമാസക്തരായി. തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോയി എന്ന പ്രസ്താവന സ്വന്തം നാട്ടുകാരിൽ നിന്നും യേശു നേരിട്ട തിരസ്കരണവും അവസാനം ജെറൂസലേമിൽ സംഭവിച്ച വധവും പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതോടൊപ്പം സ്വന്തം പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകതയിലേക്കും വിരൽ ചൂണ്ടുന്നു. 500 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിൻ്റെ ചരിവിലാണ് നസറത്ത് പട്ടണം. കുന്നിൻ്റെ ഉച്ചിയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നത് വധിക്കാൻ വേണ്ടിയായിരുന്നു. വീഴ്ച കൊണ്ട് മരിച്ചില്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും. അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും അത് കിട്ടാതെ വന്നപ്പോൾ അക്രമാസക്തരാവുകയും ചെയ്ത നസറത്തുകാർ എന്നും ഒരു അടയാളവും താക്കീതുമാണ്. ഹൃദയം തുറന്ന് വചനം സ്വീകരിക്കുക, വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. അതാണ് രക്ഷയിലേക്കുള്ള മാർഗം. അതിന് വിസമ്മതിച്ചാൽ നസറത്തുകാർക്ക് സംഭവിച്ചതായിരിക്കും നമുക്കും സംഭവിക്കുക. അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. പിന്നീട് ഒരിക്കൽ പോലും യേശു നസറത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. നസറത്ത് ബൈബിളിൽ പരാമർശ വിഷയമാകുന്നുമില്ല. ലഭിക്കുന്ന അവസരം പാഴാക്കിയാൽ പിന്നീട് കിട്ടിയില്ലെന്ന് വരും. നസറത്തുകാർ പിന്നീട് യേശുവിനെ കാണുന്നില്ലെങ്കിലും യേശുവിൻ്റെ ജീവിതത്താൽ ധന്യമായ ആ നഗരം നാമാവശേഷമായില്ല. അവനെ സ്വീകരിക്കാൻ തയ്യാറായവർ അവിടെയുണ്ടായി. ഇന്ന് അത് സുപ്രധാനമായൊരു വിശ്വാസ സാക്ഷ്യവും തീർത്ഥാടന കേന്ദ്രവുമായി നിൽക്കുന്നു. നസറത്തിൽ നന്മയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ദൃശ്യവും വിശ്വസനീയവുമായ ഉത്തരമായി.